ബുൾഡോസർ രാജിനെതിരെ കടുത്ത പരാമർശങ്ങളുമായി സുപ്രീം കോടതി. ഏതെങ്കിലും കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം കുറ്റാരോപിതരുടെ കെട്ടിടം പൊളിക്കാൻ പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി. ബുൾഡോസർ രാജിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ബുൾഡോസർ രാജിന്റെ ഭാഗമായി വീട് നഷ്ടപ്പെട്ടവരുൾപ്പെടെ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കവെയായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ. രാജ്യസഭാ മുൻ എംപിയും CPM നേതാവുമായ വൃന്ദ കാരാട്ട്, ജമിയത്തുൽ ഉലമായ ഹിന്ദ് ഉൾപ്പെടെ നൽകിയ ഹർജികളും ഇക്കൂട്ടത്തിലുണ്ട്. ശോഭായാത്രയുടെ ഭാഗമായി നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണകൂടം ജഹാംഗീർപുരിയിൽ നടത്തിയ ബുൾഡോസർ നടപടികൾക്കെതിരെയായിരുന്നു ഇവരുടെ ഹർജികൾ. ജസ്റ്റിസുമാരായ BR ഗവായി, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. ഒരാൾ കുറ്റാരോപിതനാണെന്ന പേരിൽ എങ്ങനെയാണ് അയാളുടെ വീട് തകർക്കുകയെന്ന് കോടതി ചോദിച്ചു. ഇനി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാലും നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കാതെ ഇത്തരമൊരു നടപടി ചെയ്യാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന ആശങ്കകൾ പരിഹരിക്കാനായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്നും കോടതി അറിയിച്ചു. ഒരു പിതാവിന് വഴക്കാളിയായ മകനുണ്ടാകാം, എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വീട് തകർക്കാനാകില്ലെന്ന് ജസ്റ്റിസ് KV വിശ്വനാഥൻ ചൂണ്ടിക്കാട്ടി. ഇങ്ങനെയല്ല വിഷയത്തെ നേരിടേണ്ടത്. അനധികൃത കെട്ടിടമാണെങ്കിലും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കണം. ആദ്യം നോട്ടീസ് അയക്കണം, തുടർന്ന് വിശദീകരണം നൽകാനുള്ള സമയം അനുവദിക്കണം, നിയമപരിഹാരങ്ങൾ കാണാനുള്ള അവസരമുണ്ടാകണം. ഇതിനുശേഷം മാത്രമേ കെട്ടിടം പൊളിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകാവൂ. റോഡിലോ പൊതുസ്ഥലത്തോ ഉള്ള അനധികൃത നിർമ്മാണങ്ങളെ കോടതി പിന്തുണയ്ക്കുന്നില്ല. അത്തരം സാഹചര്യത്തിലും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചായിരിക്കണം കെട്ടിടങ്ങൾ പൊളിക്കേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനൊന്നായി മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ഹർജിക്കാരോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം സമാഹരിച്ച് കോടതിയിൽ സമർപ്പിക്കാൻ മുതിർന്ന അഭിഭാഷകനായ നചികേത ജോഷിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 പരാതിക്കാർ ബുൾഡോസർ രാജിനെതിരെ സമർപ്പിച്ച ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. രാജസ്ഥാൻ കേസിൽ വീട്ടുടമസ്ഥന്റെ മകൻ ചെയ്ത കുറ്റത്തിനായിരുന്നു വീട് തകർത്തത്. മധ്യപ്രദേശിൽ കുടുംബ തർക്കത്തെ തുടർന്നായിരുന്നു ബുൾഡോസർ നടപടി.